2001 ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ കേരളത്തിൽ പെയ്ത മഴയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. ചുവന്ന നിറത്തിലുള്ള മഴ കോട്ടയം, ഇടുക്കി, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പെയ്തു. ഇതിൻ്റെ കാരണം കണ്ടെത്തിയത് ചില ആൽഗകളും സ്പോറുകളും ഒക്കെയാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഏലിയൻസിൻ്റെ DNA ഉണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ പിന്നീട് വന്നിരുന്നു. അതിനൊന്നും വലിയ റെലവൻസ് ഇല്ലാത്തത് കാരണം അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ഇത് ഒരു സാധാരണ പ്രകൃതി പ്രതിഭാസമാണ് എന്നങ്ങ് കരുതി. എന്നാൽ ഈ ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ട് 2013 പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു റെഡ് റെയിൻ. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഈ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയുടെ സംവിധാനം നിർവഹിച്ചത് രാഹുൽ സദാശിവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു റെഡ് റെയിൻ. മറ്റ് സിനിമകൾ എന്ന് പറയുന്നത് ഭൂതകാലം, ബ്രഹ്മയുഗം തുടങ്ങിയവയൊക്കെയാണ്. ഈ ഒരു സിനിമ, അതായത് ഭൂതകാലവും ഭ്രമയുഗവും ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ റെഡ് റെയിൻ എന്ന സിനിമ ഒന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് പോലും. കാരണം അതിന് അത്രമാത്രം റെലവൻസ് കുറഞ്ഞ ഒരു സിനിമയായിരുന്നു. ഇറങ്ങിയ സമയത്ത് അധികം പ്രചോദനം ഉണ്ടാകാതെ പോയ ഒരു സിനിമയായിരുന്നു റെഡ് റെയിൻ. നമുക്കൊക്കെ ഈ ഏലിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലേ. എപ്പോഴും നമ്മുടെ ഇടയിൽ ഏലിയൻസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ചില വീഡിയോകളിലൂടെയും ചില കഥകളിലൂടെയും ചില പാട്ടുകളിലൂടെയും ഒക്കെ ഏലിയൻസ് അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലെ ജീവികൾ നമ്മളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ള തിയറീസൊക്കെ നമ്മൾ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഒരു ശാസ്ത്രീയതയുണ്ട് എന്ന് കാണിച്ചു തരുന്നൊരു സിനിമയായിരുന്നു റെഡ് റെയിൻ എന്ന സിനിമ. അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള കഥകളും സിനിമകളും ഒക്കെ പലതും വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിലുണ്ടായ സിനിമകളിലെ ആദ്യത്തെ സിനിമയായിരുന്നു റെഡ് റെയിൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇത് നടന്ന ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ടുണ്ടാക്കിയ സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അന്നത്തെ പ്രേക്ഷകർ കുറവായിരുന്നെങ്കിലും ഇന്ന് ഒരുപാട് ചർച്ചകൾ വരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം. വളരെ എണ്ണം പറഞ്ഞ സിനിമകളെ സയൻസ് ഫിക്ഷൻ മൂവികളായിട്ട് നമ്മുടെ മലയാള സിനിമയിലുള്ളൂ. അതിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഈ ഒരു സിനിമയ്ക്കുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഏലിയൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഈ സിനിമയ്ക്കുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റിയോടുകൂടി നമുക്ക് ഈ സിനിമയെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല UFO പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് തിരഞ്ഞു പോകുന്ന ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നു. അത്തരം രീതിയിലുള്ള ആളുകൾ ഇന്ന് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് റെഡ് റെയിൻ എന്ന ഈ സിനിമ. നമ്മുടെയൊക്കെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ, യുക്തിയും യാഥാർത്ഥ്യവും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത, നമ്മളൊക്കെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ലോകത്തെ സത്യം നമ്മൾ തിരിച്ചറിയുന്നു. അവിടെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചത് ജോമോൻ തോമസ് ആയിരുന്നു. അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഹാൻഡ് ക്യാമിലാണ് പല ഷോട്ടുകളും എടുത്തിരിക്കുന്നത്. അത് അവരുടെ ആ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് മുതൽ മൊത്തം ഈ ഒരു ഹാൻഡ് ക്യാമിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തെ ആ ഒരു സൗണ്ട് വേരിയേഷനൊക്കെ സ്പോട്ട് ഡബ്ബിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രത്യേകതകളൊക്കെ ഉള്ളൊരു സിനിമ കൂടിയായിരുന്നു ഇത്. ഒരു മൂവി ക്യാമറ അല്ലാതെ മറ്റൊരു ക്യാമറയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ നമുക്ക് കാണിച്ചു തരാം എന്നുകൂടെ കാണിച്ചു തന്ന ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു റെഡ് റെയിൻ. ബ്രിട്ടീഷ് മ്യൂസിക് ഡയറക്ടറായ ജോഷ് സ്പിയർ ആണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഈ സിനിമയ്ക്ക് സംഗീതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിനകത്തെ BGMസും അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ട്രാക്സും ഒക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം ഇതിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ സ്പോട്ട് ഡബ്ബിങ്ങും അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഡബ് ചെയ്തവയും ആയിരുന്നു. അതുകൂടാതെ ഇതിനകത്ത് മ്യൂസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് UFOയുടെ സൗണ്ട്, അതുപോലെ ഏലിയൻസിനെ കാണിക്കുമ്പോഴുള്ള സൗണ്ട്, ഇതൊക്കെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി നിറയ്ക്കുന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് ഡയറക്ഷൻ ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചത് ആൻഡ്രിയ ഫോർട്ടിസ് ആയിരുന്നു. അദ്ദേഹം ഒരു ഇറ്റാലിയൻ എഡിറ്ററാണ്. മാത്രമല്ല ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അതുകൂടാതെ ഈ സിനിമയുടെ എഡിറ്റിങ്ങിനും ഭയങ്കര പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം
ഇതിൽ കുറേയൊക്കെ നൈറ്റ് വിഷൻസ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഇവരുടെ ഒരു ജേണി മുഴുവൻ നൈറ്റ് വിഷനിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ക്യാമറയിലാണ് എടുക്കുന്നത്. സിനിമ ക്യാമറ പോലും അല്ല. അപ്പം അങ്ങനെ തോന്നിക്കാത്ത രീതിയിലുള്ള എഡിറ്റിംഗാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ലൈവ് റെക്കോർഡും ഒരു ലൈവ് സിങ് സൗണ്ടും ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ആ ഒരു എഡിറ്റിങ്ങിൻ്റെയും കൂടെ പ്രത്യേകതയാണ്. അപ്പം ആ ഒരു കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങും അത് കൂടാതെ ഒരു എന്താണ് ഒരു ബ്ലെൻഡിങ് ഈ സിനിമയ്ക്കുണ്ട് ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു കണ്ടിന്യൂറ്റി നൽകുന്ന, നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്ന, ഇവർ ഏലിയൻസിനെ തന്നെ കണ്ടുപിടിക്കുമോ എന്നൊക്കെ ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഇതിൻ്റെ എഡിറ്റിങ്ങിനും ഉണ്ട്. നരേനെ നായകനാക്കിയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. നരേൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് ജയ് എന്നായിരുന്നു. ജയ് ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ റെഡ് റെയിൻ പെയ്തതിന് ശേഷമുള്ള തിയറീസൊക്കെ അദ്ദേഹം എടുത്ത് പഠിച്ചതിന് ശേഷം ഏലിയൻസിനെ കണ്ടെത്താൻ പോകുന്ന ഒരു കാര്യമാണ് ഈ സിനിമയിലുള്ളത്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ 2 സുഹൃത്തുക്കളും ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രൊഫസറിൻ്റെ കൊച്ചുമകളും കൂടെ നടത്തുന്ന ഒരു യാത്രയാണ്. ഇവർക്കെല്ലാം തന്നെ ആ ഒരു തിയറീസൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള, അവരൊക്കെ അത് പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറിയെ ബഹുമാനിച്ചുകൊണ്ട് അയാൾ നടത്തുന്ന ആ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിലേക്ക് ഇവർ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. റെഡ് റെയിൻ എന്ന സിനിമയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അത്രയും ഒരു പ്രോസസ് കപ്പാസിറ്റി ഉള്ള സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഏലിയൻ തിയറികളൊക്കെ അധികം ആരും ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളതാവാം കാരണം. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് ഏലിയൻ തിയറീസ് കൂടുതലായി സാധാരണ ആളുകളിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു മാറ്റി നിർത്തപ്പെടലിന് കാരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് രാഹുൽ സദാശിവനായിരുന്നു. 2013 കാലഘട്ടത്തിൽ ഏലിയൻ തിയറിയെക്കുറിച്ചൊക്കെ ഒരു സിനിമ ഇറക്കുമ്പോൾ അത്രമാത്രം വലിയൊരു ചിന്തയുള്ള ആൾക്കേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എണ്ണം പറഞ്ഞ സയൻസ് ഫിക്ഷൻ മൂവികളിലെ ഒരു ബെസ്റ്റ് മൂവി തന്നെയാണ് റെഡ് റെയിൻ എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടോ പ്രേക്ഷക സ്വീകരണം കുറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ പരാജയപ്പെട്ടതെന്ന് പറയാം. കാരണം ആളുകൾക്കിടയിലേക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യമാണ് അന്ന് നമ്മുടെ ഇടയിലേക്ക് റെഡ് റെയിൻ പുറത്തു വിട്ടത്. ഇന്നാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ ഈ ഒരു സിനിമ ഒരുപാട് ചർച്ചാ വിഷയമായേനെ. കാരണം ഏലിയൻ തിയറിയും അതുപോലെ റെഡ് റെയിനും UFOയും ഒക്കെ ഇന്ന് ഒരുപാട് സ്റ്റഡി മെറ്റീരിയലായി വരുന്നുണ്ട്. നിരവധി പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലൊന്ന് മാത്രമാണ് റെഡ് റെയിൻ എന്നത്. പക്ഷേ അതിനകത്ത് ഒരു ഏലിയൻ തിയറി എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റഡി മെറ്റീരിയൽ മാത്രമായിരുന്നു. അതിനധികം എവിഡൻസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. എങ്കിൽ പോലും ആ ഒരു കാര്യത്തെ വെച്ച് ഒരു വലിയ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ്റെ മികവ് നമ്മൾ കാണാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിനെക്കുറിച്ച് കുറേ കൂടി പ്രേക്ഷകർക്കിടയിലേക്ക് ചർച്ചാ വിഷയമായത് ഭൂതകാലം, ബ്രഹ്മയുഗം തുടങ്ങിയ സിനിമകൾ ഇറങ്ങിയതിന് ശേഷമാണ്. മലയാളത്തിലെ മികച്ച സയൻസ് ഫിക്ഷൻ മൂവികളിൽ ഒന്നാണ് റെഡ് റെയിൻ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.